എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഓണാഘോഷങ്ങൾ സമാപിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ് ചിങ്ങമാസത്തിലെ ഓണം അഥവാ തിരുവോണം. മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം. ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ചു വെച്ച് വീടൊരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഓണത്തപ്പൻ മലയാളികൾക്ക് വെറുമൊരു സങ്കല്പമല്ല, ദൈവിക ചൈതന്യം കൂടിയാണ്. തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ച് ഒരുക്കുന്ന ഓണത്തപ്പനെ പൂജ ചെയ്താണ് തിരുവോണം ആരംഭിക്കുന്നത് തന്നെ. മുറ്റത്തും വീട്ടുപടിക്കലും ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ചു മഹാബലിയെ വരവേൽക്കണമെന്നാണ് സങ്കല്പം. അത്തം മുതൽ ഓണം വരെ വീടുകളുടെ മുമ്പിൽ പൂക്കളങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷം തിരുവോണം മുതൽ പൂരൂരുട്ടാതി വരെ ഓണത്തപ്പന്മാരും സ്ഥാനം പിടിക്കും. 1, 3, 5 എണ്ണം എന്ന രീതിയിലാണ് ഓണത്തപ്പന്മാരെ മുറ്റത്ത് വയ്ക്കുന്നത്. കളിമണ്ണ് ഉപയോഗിച്ചാണ് ഓണത്തപ്പനെ നിർമ്മിക്കുക. സാധാരണ മണ്ണ് ശില്പങ്ങൾ ചുട്ടെടുക്കുന്നത് പോലെ ഓണത്തപ്പനെ ചുടാറില്ല. വെയിലത്തു വെച്ച് ഈർപ്പം മുഴുവൻ വലിഞ്ഞ് ഉണക്കുകയാണ് പതിവ്. ഉണക്കാൻ വെക്കുന്നതിനോടൊപ്പം അതിൽ ഇഷ്ടിക പൊടിച്ചുണ്ടാക്കിയ ചുവന്ന നിറവും പൂശും. 2 മാസം മുമ്പേ ഓണത്തപ്പൻ്റെ പണികൾ തുടങ്ങും. പാരമ്പര്യമായി വ്രതം നോറ്റാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഓണം മലയാളിക്ക് ഒത്തുചേരലിൻ്റെ നാളുകൾ കൂടിയാണ്. ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണനാളുകൾ സന്തോഷത്തിൻ്റെതാക്കാൻ എല്ലാവരും തയ്യാറെടുക്കുന്നതാണ് ഓണത്തെ ആഹ്ലാദകാലമാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊന്നോണാശംസകൾ. താങ്ക് യു.